മലയോര മേഖലയിൽ ഊരാക്കുടുക്കായി മാറുകയാണ് ജൽ ജീവൻ പദ്ധതിക്കായി കുഴിയെടുത്ത ഭാഗങ്ങൾ. പയ്യാവൂർ ടൗണിലെ ചൊവ്വാഴ്ച വൈകുന്നേരം മരം കയറ്റി പോവുകയായിരുന്ന ലോറി കുഴിയിൽ താഴ്ന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ജൽ ജീവൻ പദ്ധതിക്കായി കുഴിയെടുത്ത ഭാഗങ്ങളാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് പെയ്ത ചാറ്റൽ മഴയിൽ പയ്യാവൂർ ടെമ്പിൾ ജംഗ്ഷനിൽ മരം കയറ്റിയ ലോറി പൈപ്പ് ലൈനിന്റെ കുഴിയിൽ താഴ്ന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴി ഗതാഗതം സ്തംഭിച്ചു. ചന്ദ്രക്കാംപാറയിൽ നിന്നും മരം കയറ്റി കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് കുഴിയിൽ താഴ്ന്നത്. ക്രെയിൻ എത്തിച്ചാണ് ലോറി ജംഗ്ഷനിൽ നിന്നും മാറ്റിയത്. ജലജീവൻ മിഷൻ പദ്ധതി ഫലത്തിൽ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ്. പൈസക്കരിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചതിന്റെ ആഘാതം മാറുന്നതിനിടെയാണ് ഓരോ അപകടങ്ങളും. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മലയോര ഹൈവേയിൽ പയ്യാവൂർ ടൗണിലെ റോഡുകൾ പോലും കീറി പൈപ്പ് സ്ഥാപിച്ച ശേഷം ടാറിംഗ് നടത്താത്തത് മൂലം കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും വ്യാപാര സ്ഥാപനങ്ങളും ഒരുപോലെ ദുരിതം പേറുകയാണ്. ജൽജീവൻ മിഷന്റെ അശാസ്ത്രീയമായ ഈ കുഴി എടുപ്പ് മൂലവും അത് സമയബന്ധിതമായി നികത്താത്തത് മൂലവും നാടുനീളെ അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ചെമ്പേരി ടൗണും പയ്യാവൂർ ടൗണും മഴ പെയ്തതോടുകൂടി വലിയ രീതിയിൽ ചെളിക്കുളമായി മാറിയിട്ടുണ്ട്. ഇതിന് ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രതികരണത്തിലേക്കും സമരത്തിലേക്കും ഇറങ്ങുമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പയ്യാവൂർ ടെമ്പിൾ ജംഗ്ഷനിൽ ചരലിൽ തെന്നിയതിനെ തുടർന്ന് ബൈക്കിൽ യാത്ര ചെയ്തവരും റോഡിൽ വീണിരുന്നു. തലനാരിഴക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. മലയോർ ഹൈവേയിൽ ചെമ്പേരി മുതൽ പയ്യാവൂർ കണ്ടകശ്ശേരി വരെ പൈപ്പിട്ടെങ്കിലും തുടർ നടപടികൾ ഇല്ലാത്തത് കാരണം ദുരിതം പേറുകയാണ് നാട്. പയ്യാവൂർ ടൗണിലും സ്ഥിതി ഗുരുതരമാണ്. ചെറിയ വാഹനങ്ങൾ പോലും റോഡിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടിവെള്ള വിതരണത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും സ്വീകരിക്കാതെ റോഡ് കീറി പൈപ്പ് സ്ഥാപിച്ചതാണ് റോഡുകളുടെ ഇന്നത്തെ ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണം. ഇനി ട്രയൽ റൺ നടത്താതെ റോഡിലെ കുഴികൾ അടച്ച് റീടാറിംഗ് നടത്താനും കഴിയില്ല. കാലവർഷം കഴിയും വരെ പ്രവൃത്തി നിർത്തിവയ്ക്കാൻ സജീവ് ജോസഫ് എം.എൽ.എയും ആവശ്യപ്പെട്ടു. ഉളിക്കലിൽ സജീവ് ജോസഫ് എം.എൽ.എ തന്നെ നേരിട്ടിറങ്ങി പ്രവൃത്തി തടഞ്ഞിരുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങാൻ ഒരുങ്ങുകയാണ് മലയോര ഹൈവേയിലെ വ്യാപാരി സമൂഹം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.